ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ ദിവസമായി തോന്നുന്നു ഞാൻ ലോങ് വീഡിയോ എടുത്തിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഇതപ്പോൾ വിചാരിച്ചു വെറുതെ വീഡിയോ എടുക്കാമെന്ന്. വെറുതെ ഇരിക്കില്ല കേട്ടോ. ചോറ് വെച്ചിട്ടുണ്ട്. ചോറ് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. കറി വെച്ചിട്ടില്ല. കാരണം ഇന്ന് ഉമേഷ് വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ വലിയ കാര്യമായിട്ട് ഒന്നും ആക്കാനൊന്നുമില്ല. അപ്പോൾ കറി വേക്കണാക്കാൻ മുന്നേ ഞാൻ കുറച്ച് വിത്ത് വാങ്ങുന്നുണ്ട് കേട്ടോ നാട്ടിൽ നിന്ന്. ഇത് കണ്ടോ, വെണ്ടയ്ക്ക, പിന്നെ മുളക്, തക്കാളി, വഴുതനങ്ങ തോന്നുന്നു. അതൊന്നും മനസ്സിലാവണില്ല എന്താന്ന്. ഞാൻ പിടിക്കുക, നമുക്ക് പോയിട്ട് നടാം. ഇത് ഞാൻ നടട്ടെ കേട്ടോ. ഉമേഷ് കുറേ ഇത് കൊണ്ടുവന്നിട്ട് മണ്ണ് താഴെ നിർത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നടാം. ഇതിലൊക്കെ വെള്ളം ഒഴിക്കാം. ഇതുണ്ടോ നമ്മുടെ പനിക്കൂർക്ക. നമ്മുടെ പുതിനയില കേട്ടോ. പുതിനയിലൊക്കെ നല്ല അടിപൊളി വളർന്നിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ നമ്മുടെ ഇഞ്ചിയില്ലേ, നമ്മുടെ നാട്ടിലത്തെ ഇഞ്ചിയല്ല, ഇവിടുത്തെ ഇഞ്ചിയാ. പിന്നെ മുളക്, മല്ലി നട്ടുണ്ട്, പക്ഷെ അത് വളർന്നിട്ടില്ല കേട്ടോ. മല്ലി വളർന്നിട്ടില്ല തോന്നുന്നു, ഇനി കിളുത്ത് വരുന്നുണ്ടോയെന്നറിയില്ല. പിന്നെ ഇതൊരു പൂവും ജമന്തിപ്പൂ. ഇത് പിന്നെ നമ്മുടെ കറിവേപ്പില ഞാനിവിടെ ഇങ്ങനെ പിടിക്കുമോയെന്ന് അറിയത്തില്ല. എന്തായാലും നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. എന്താ വളരുമോയെന്നറിയില്ല. ഇത്ര സാധനങ്ങളേ ഉള്ളൂ. ഇത് പിന്നെ നമ്മുടെ മണി പ്ലാന്റ് ആണേ. ഞാൻ ഇങ്ങനെ കയറ്റി ഇടാൻ വേണ്ടിയിട്ട് ആക്കിയതാ. ഉമേഷ് മണ്ണെടുത്തിട്ട് വന്നു. ഇവിടുത്തെ മണ്ണ് നല്ല മണ്ണാട്ടോ, പെട്ടെന്ന് പിടിക്കുമല്ല. കണ്ടോ, വെണ്ടയുണ്ട്. ഇത് വെണ്ടയല്ലേ, വെണ്ടയ്ക്ക. ഇത് മുളക്. ഇത് എന്താന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലാവുന്നില്ല. വഴുതനങ്ങയാണോ? ഇത് ഒന്നുകൂടി ഇല്ലായിരുന്നല്ലോ. ഒരെണ്ണം എവിടെയോ വീണ് പോയി. ഇതെന്താ? ഇത് തക്കാളി തോന്നുന്നു, അറിയത്തില്ല. തക്കാളി തോന്നുന്നു. ചെടി നടാൻ പോകാത്ത പൊളിച്ചൊക്കെ ഇട്ടുണ്ട്. ചെടി നടാൻ പോകത്തുണ്ട്. ഈ ചെടിയൊക്കെ പോയി തോക്കുണ്ടോ? നല്ല ചെടിയാട്ടോ. നമുക്ക് പോയി നമുക്ക് ചെടി നടാൻ പോകത്തോ. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറേ വെജിറ്റബിളിൻ്റെ സീഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നടാൻ വിചാരിച്ചു. നാട്ടിൽ നിന്ന് വന്നിട്ട് എനിക്ക് വേണ്ട 3 മാസം ആവാറായതാണ്. ഇതുവരെ ഈ മണ്ണെടുത്ത് തരാൻ, മണ്ണ് ഇങ്ങനെ 3ാമത്തെ നിലയായതുകൊണ്ടേ, 3ാമത്തെ ഫ്ലോർ ആയതുകൊണ്ട് ഇങ്ങനെ കയറ്റി കൊണ്ടുവരണ്ടേ ഭയങ്കര പാടായി. എനിക്കത് പറ്റില്ല. ഉമേഷിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉമേഷിന് ഭയങ്കര മടിയാട്ടോ. ഞാൻ പറഞ്ഞ് എനിക്ക് കൊണ്ടുവന്ന് തന്നു കുറച്ച് മണ്ണ്. അപ്പോൾ മണ്ണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ വിചാരിച്ചു കുറച്ച് ഞാൻ മറ്റേ നമ്മുടെ മുളകൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ മുളച്ച് വന്നിട്ട് നിൽക്കണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കുറച്ച് ഇഞ്ചി ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലത്തെ ഇഞ്ചി പോലെ ഒന്നുമല്ല, വലിയ ഉണ്ട ഇഞ്ചി പോലെ ഇല്ലേ, വലിയ സ്മെല്ലൊന്നും അങ്ങനെ തോന്നാറില്ല. നാട്ടിൽ നിന്ന് പോയി വരുമ്പോൾ ആണ് ഇഞ്ചി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്.
അപ്പോൾ നമ്മൾ ആ ചെറിയ മുളച്ച മുളകൊക്കെ ഒന്ന് മാറ്റി നടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവിടെ പിടിക്കുമല്ലോ. പിന്നെ കുറച്ച് വെണ്ടയും വഴുതനങ്ങ, വേറെ മുളക്, പിന്നെ ഒരു തക്കാളി വിത്ത് അത്രയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് നടന്നുണ്ട്. എല്ലാം കൂടി നടാൻ പറ്റില്ല. ഞാൻ വെണ്ടയ്ക്കയും അതിൻ്റെ കൂടെ കുറച്ച് തക്കാളിയും കുറച്ച് വഴുതനങ്ങ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് കുറച്ച് മുളച്ചൊക്കെ വരുമ്പോൾ കുറച്ച് തൈ ആവുമ്പോൾ മാറ്റി നടന്നുണ്ട് കേട്ടോ. അത് വെൻ്റെ അടുത്താണെങ്കിൽ മണ്ണും തീർന്നു. എടുത്തിട്ട് വരാൻ പറയണു ഉമ്മേശിനോട്. പിന്നെ നൈഹുവിന് പിന്നെ മണ്ണിൽ കളിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ അടുത്തൊന്നും മാറണേയില്ല മണ്ണിൽ കളിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇവളെ കൂട്ടാതെ ചെയ്യാനും പറ്റില്ല. ഇവൾക്ക് പകലുറക്കം അങ്ങനെ ഇല്ല. അതുകൊണ്ട് അവിടെ ഉള്ളപ്പോൾ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. നൈനു ആണെങ്കിൽ സ്കൂളിലും പോയി. നൈനു സ്കൂളുണ്ടായിരുന്നു. പിന്നെ നൈഹു കുട്ടിക്കാണെങ്കിൽ ജൂലൈ 1 സ്കൂള് പോകണം. അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ രാവിലെ ഇപ്പോൾ വീഡിയോ എടുക്കൽ കുറവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചെടിയൊക്കെ നട്ടു. രാവിലെ വീഡിയോ എടുക്കൽ കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈനുവിന് 6:50 അല്ലെങ്കിൽ 6:45 ആകുമ്പോൾ ബസ് വരും. ഞാനാണെങ്കിൽ എണീക്കുന്നത് 5 മണിക്ക് എണീച്ചില്ലെങ്കിൽ ഒന്നും നടക്കില്ല. 5 മണിക്ക് എണീച്ച് വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ സമയവും പോവും. അല്ലെങ്കിൽ പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ഒരു 4:30 എണീക്കേണ്ടി വരും. അങ്ങനെ നമ്മുടെ ചെറുതായിട്ടുള്ള വെജിറ്റബിൾസ് ഇതൊക്കെ നട്ട് കഴിഞ്ഞു കേട്ടോ. ഇതൊക്കെ ഒന്ന് ബാക്കിയുണ്ട്. അത് കഴിഞ്ഞ് ചോറ് ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അത് വെന്തു. അതൊന്ന് വാർത്തു കേട്ടോ. ഇന്ന് ഉമേഷ് ചോറുണ്ണാൻ വരാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു വലിയ കാര്യമായിട്ടൊന്നും വെക്കേണ്ടെന്ന്. നമ്മുടെ മോരുണ്ടായിരുന്നു. അപ്പോൾ മോരെടുത്തിട്ടൊന്ന് കുറച്ച് ചെറിയുള്ളി ഇല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലും ഇട്ടിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ എന്താ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ വഴുതനങ്ങ ഉണ്ടായിരുന്നു. ഇപ്പോൾ വലിയ കാര്യമായിട്ട് എനിക്ക് കറിയൊന്നും ഞാൻ വെക്കണ കറിയൊന്നും എനിക്ക് അങ്ങോട്ട് പറ്റണില്ല. ഒരാഴ്ചയായി എനിക്ക് വെയിറ്റ് നോക്കിയിട്ട് ഇവിടെ ഓപ്പോസിറ്റ് അവർക്ക് അഞ്ജുവിൻ്റെ അവിടെ വെയിറ്റ് നോക്കണ മെഷീൻ കേട്ടോ. അപ്പോൾ അവിടെ അന്ന് നോക്കുമ്പോൾ 49 കിലോ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ 1 കിലോ കുറഞ്ഞ് 48 കിലോയി. എന്താ അറിയില്ല, ഭക്ഷണം കഴിക്കണില്ലേന്ന്. അങ്ങനെ നമ്മൾ പൊട്ടറ്റോ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പൊട്ടറ്റോ ഫ്രൈ ആകുമ്പോൾ പിള്ളേരൊക്കെ നിറയെ കൂട്ടിക്കോളും. പൊട്ടറ്റോ ഫ്രൈയും പിന്നെ നമ്മുടെ മോര് കാച്ചൊന്നും ചെയ്തില്ല, വെറുതെ പച്ചമോര് കേട്ടോ. അത്രേ ഉള്ളൂ. പിന്നെന്താ, പിന്നെ എൻ്റെ അടുത്ത് ഞാനിടുന്ന വീഡിയോയിൽ ആർക്കൊക്കെയാണ് ഇത് കാണുന്നുണ്ടെങ്കിൽ പറയട്ടോ. ഷോർട്ട് വീഡിയോയിലൊക്കെ ഇംഗ്ലീഷിൽ അത്ര അവർക്ക് കേൾക്കണത്. പക്ഷേ ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ ഒരനിയത്തിക്ക് ഇംഗ്ലീഷിലാണ് കേൾക്കണേ പറഞ്ഞു, വേറൊരു അനിയത്തിക്ക് മലയാളത്തിൽ. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോൾ അവർക്കൊക്കെ മലയാളത്തിലാണ്. എനിക്ക് തോന്നുന്നു ഇനി അവരുടെ സെറ്റിങ്സിൽ എന്തെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്തത് ആണോ, ഇങ്ങനെ മലയാളം ഇംഗ്ലീഷിൽ കേൾക്കാൻ വേണ്ടി. ഇനി എൻ്റെ എന്തെങ്കിലും സെറ്റിങ്സിൽ പ്രോബ്ലം ആണോ എന്നറിയില്ല. ഞാൻ കുറേ നോക്കി, എനിക്ക് എന്താണെന്ന് അറിയാനില്ല കേട്ടോ. ഇനിയിപ്പോൾ ഈ വീഡിയോ ഇടുമ്പോൾ ഇതിൽ ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ കേൾക്കാമെന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്താ സംഭവം എന്നറിയില്ല. ഞാൻ കുറേ നോക്കി, എനിക്കൊന്നും അറിയില്ല. അങ്ങനെ നമ്മൾ പൊട്ടറ്റോ ഫ്രൈ ചെയ്യുമ്പോൾ അതിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് പെരിഞ്ചീരകപ്പൊടിയും കൂടി ഇടണം കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റും ആ ഫ്രൈ ആയി വരുമ്പോൾ ഒരു മണമൊക്കെ നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും, നന്നായിട്ടുണ്ടാവും കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ പെരിഞ്ചീരകം പൊടിച്ച് തട്ടിടുക. ഞാനിങ്ങനെ പെരിഞ്ചീരകം പൊടിച്ച് വയ്ക്കും. എനിക്ക് പെട്ടെന്ന് പൊടിക്കാൻ ഭയങ്കര പാടല്ലേ. പെരിഞ്ചീരകം പൊടിച്ചതും ഉലുവ പൊടിച്ചതും അങ്ങനെ വെക്കാറുണ്ട്. ഉലുവ പൊടി തീർന്നു എന്നൊക്കെ തോന്നുന്നു. അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ആ ഉരുളക്കിഴങ്ങിന് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ വേറെ പ്രത്യേകിച്ച് എനിക്കൊന്നുമില്ല. കുറേ നാളായി ഞാൻ വീഡിയോ ഇട്ടിട്ട്, ലോങ് വീഡിയോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഇടാമെന്ന്. ഭയങ്കര മടിയാണ് കേട്ടോ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് കുറേ സ്റ്റിച്ച് ചെയ്യാണ്ട്. ഞാൻ നാട്ടിൽ നിന്ന് കുറേ തുണി കൊണ്ടുവന്നിട്ടുണ്ട്, ഓരോ മോഡലിൽ ഇങ്ങനെ നമ്മൾ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാനതൊക്കെ എന്തെങ്കിലും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ട്. വീഡിയോ ഉണ്ട്. ഞങ്ങൾ പറഞ്ഞില്ലേ ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിലിടണമെന്നുണ്ട്. നമ്മൾ തന്നെ ഒന്ന് ഡിസൈൻ ചെയ്തതൊക്കെ എല്ലാവർക്കും പറ്റണ പോലെ. ചിലതിൽ നമ്മൾ ഈ കോട്ടൺ തുണിയാണ്, ചിലതിൽ നമ്മൾ ലൈനിങ് വെക്കണ്ട, പക്ഷേ ചിലതിൽ ലൈനിങ് വെക്കണം. ഞങ്ങൾ ലൈനിങ് വെച്ചിട്ട് തയ്ക്കാനാണ് ഞങ്ങളുടെ പ്ലാന്. പക്ഷെ ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലൈനിങ് വെക്കലില്ല, കാരണം അത് വലിയ ട്രാൻസ്പെറൻ്റ് ഒന്നുമല്ല കേട്ടോ. പിന്നെ ഒരു മാങ്ങാപ്പഴം ഉണ്ടായിരുന്നു കേട്ടോ.
നൈന് വരുമ്പോഴേക്കും ഞാൻ മാങ്ങ എന്നിട്ട് നമ്മുടെ ഐസ്ക്രീം ഉണ്ടാക്കാൻ വിചാരിച്ചു. ആ സ്റ്റിക്കായിട്ടുള്ള ബാറ് പോലത്തെ എന്താ ഐസ്ക്രീം ബാറോ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും മാങ്ങ ചെത്തിക്കൊണ്ടിരിക്കുമ്പോൾ നൈന് കയറി വന്നു കേട്ടോ. അപ്പോൾ അവൾ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഫ്രിഡ്ജ് പോയി ഫ്രിഡ്ജ് അത് ഫ്രീസാവാനൊന്നും സമ്മതിക്കില്ല ഇവർ രണ്ടുപേരും. ഇടയ്ക്കിടയ്ക്ക് ആ ഫ്രീസർ പോയി തുറക്കലാട്ടോ അവരുടെ പണി. അങ്ങനെ നമ്മൾ ഒരു മാങ്ങ കുറേ പിന്നെ എനിക്കും ഒരു ഐസ്ക്രീം തിന്നണമെന്ന് ഇങ്ങനെ തോന്നി. അപ്പോൾ നൈനുവിനാണെങ്കിൽ സാറ്റർഡേ വലിയ കാര്യമായി പഠിപ്പിക്കലൊന്നുമില്ല, ഇങ്ങനെ ഓരോ വർക്കുകളാണ് കേട്ടോ. ഇന്നാണെങ്കിൽ വെജിറ്റബിൾ പെയിൻറ്റിങ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് അതിൽ സെക്കൻഡ് കിട്ടിയിട്ടോ. അവൾ ആ മറ്റേ വെണ്ടക്കയും കൊണ്ട് ഒരു പൂ പോലെയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കാൻ പോകാം കേട്ടോ. ഐസ്ക്രീമോ എന്ത് വേണമെങ്കിൽ നമുക്ക് ഐസ്ക്രീം ആക്കുകയൊക്കെ ചെയ്യാം, വേണമെങ്കിൽ ബാറാക്കാം. അപ്പോൾ നമ്മൾ മാങ്ങയുടെ കൂടെ നല്ല പഴുത്ത മാങ്ങയുടെ കൂടെ ഞാൻ ഒന്നും ഇട്ടില്ല കേട്ടോ. വിപ്പിംഗ് ക്രീം ഉണ്ടായിരുന്നു. എൻ്റെ വിപ്പിംഗ് ക്രീം ആണെങ്കിൽ അത് അതിൽ കുറച്ച് വെള്ളം കയറി, അതായത് ഫ്രീസറിൽ വെച്ചപ്പോൾ നല്ല കട്ടയായിട്ട് അതിൽ ഞാൻ ഇങ്ങനെ കത്തിയും കൊണ്ട് ഇങ്ങനെ കുത്തി പൊട്ടിച്ചു. അതിലാണെങ്കിൽ കുറച്ച് ഓട്ടയായതെങ്കിൽ നമുക്ക് കേക്കിന് ബീറ്റായി വരാൻ കുറച്ച് പാടാം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഐസ്ക്രീം ഉണ്ടാക്കി. അതുകൊണ്ട് എനിക്കാണെങ്കിൽ ഈ സൺഡേ ഒരു കേക്ക് ഓർഡർ ഉണ്ട്. അപ്പോൾ അതിന് വേറെ വിപ്പിംഗ് ക്രീം ഉണ്ട്. അങ്ങനെ ഇരിക്കണം. അങ്ങനെ നമ്മുടെ ഐസ്ക്രീം ഫ്രീസ് ചെയ്യാൻ വയ്ക്കാൻ പോവാണ് കേട്ടോ. ഇത് എത്ര മണിക്കൂർ കഴിഞ്ഞാവും എന്നറിയില്ല, കാരണം എൻ്റെ പിള്ളേർ ഇടയ്ക്കിടയ്ക്ക് പോയി ഇത് തുറന്നു നോക്കലാണ് പണി. അങ്ങനെ നമ്മൾ 2:30 ആയപ്പോഴാണ് ചോറിനാൻ സ്റ്റാർട്ടാക്കിയത്. വിശന്നിട്ട് വയ്യായിരുന്നു കേട്ടോ. പക്ഷേ കുറേ ആയിട്ട് എനിക്ക് എന്തോ അങ്ങനെ കറികളൊന്നും അങ്ങോട്ട് പറ്റണില്ല. പക്ഷേ ഇവരൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ. ഞാൻ വെക്കണ കറി എനിക്ക് പണ്ടേ ഇഷ്ടമല്ല, പക്ഷെ ചിലതൊക്കെ എനിക്ക് ഇഷ്ടമാവാറുണ്ടായിരുന്നു. പിന്നെ തേങ്ങ അരച്ചൊക്കെ വെക്കുമ്പോഴേ ഉമേഷൊന്നും വരില്ല. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ ആരും കഴിക്കില്ല. നമ്മൾ പിറ്റേ ദിവസം നമ്മളിങ്ങനെ കളയുമ്പോഴേ ആകെ ഒരു സങ്കടമാണ്. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് ആരും കഴിക്കാനില്ലെങ്കിലേ ഉമേഷ് ഉണ്ടെങ്കിൽ കഴിക്കും കേട്ടോ, നിറയെ കഴിക്കും. ആളില്ലാത്തതുകൊണ്ട് ആൾ ഉച്ചയ്ക്ക് വരലില്ല. അപ്പോൾ വെക്കാൻ വലിയ പാടാണ്. അപ്പോൾ നമുക്ക് ഉള്ളത് കൊണ്ട് ഇങ്ങനെ കൂട്ടി കഞ്ഞി ചോറുണ്ട് അങ്ങോട്ട്. ഉപ്പുണ്ട് നോക്കും നൈനോ. പിന്നെ നമ്മൾ ഇവിടെ പച്ചക്കറി വിത്തിട്ടതിൻ്റെ കുറച്ച് കോലാകലായി കിടക്കുന്നുണ്ട് മണ്ണൊക്കെ ആയിട്ട്. അതൊക്കെ ഒന്ന് വെള്ളമൊഴിച്ച് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അല്ലെങ്കിൽ എനിക്കാണെങ്കിൽ ഇങ്ങനെ നിരന്ന് കിടക്കണ തീരെ ഇഷ്ടമല്ല. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് വെള്ളമൊഴിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കറിവേപ്പില നട്ടിട്ടുണ്ടായിരുന്നു. അത് പിടിക്കുമോ എന്നറിയില്ല, പിടിച്ചാൽ രക്ഷപ്പെട്ടു. ഇവിടെ കറിവേപ്പിലേക്ക് വലിയ ക്ഷാമമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പാതിരാത്രി ആയപ്പോഴാണ് നമ്മുടെ ഐസ്ക്രീം റെഡി ആയി വന്നത് കേട്ടോ. അതിന് മുന്നേ റെഡി ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവർ ഉറങ്ങി എണിച്ചപ്പോഴേക്കും ഇവർക്ക് ഓർമ്മയില്ല ഫ്രിഡ്ജിലിരിക്കണത്. അതുകൊണ്ടാണ് അത് അവിടെ ഇരുന്നത് കേട്ടോ. പിന്നെ അവരുടെ കറി ഒന്നും ഉണ്ടായിരുന്നില്ല വൈകുന്നേരത്തേക്ക്, മോര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പൊട്ടറ്റോ ഫ്രൈ തീർന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വെണ്ടയ്ക്ക ഫ്രൈ വെക്കാമെന്ന്. എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് വെണ്ടയ്ക്ക ചെറുതായിട്ട് ഇങ്ങനെ തോരൻ വെക്കാൻ വിചാരിച്ചു. എനിക്ക് വെണ്ടയ്ക്ക ഇഷ്ടമല്ല. അപ്പം അനീത്തി പറഞ്ഞു നീ ഇങ്ങനെ ഫ്രൈ പോലെ വെക്കുന്നൊക്കെ പറഞ്ഞു എന്നോട്, നന്നായിട്ടുണ്ടാവുന്നു. വെണ്ടയ്ക്ക തോരൻ വെക്കാൻ ഇഷ്ടമല്ല. ഞാനാണെങ്കിൽ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം. എനിക്കിപ്പോൾ ലൈവ് വരെ നല്ല ഇഷ്ടം. അങ്ങനെ പിന്നീലേ അതിൻ്റെ ഇടയിൽ ഈ ലൈവ് ഇരുത്തുകയില്ല കേട്ടോ. എപ്പോൾ നോക്കിയാലും ഇരുന്ന് കരയില്ല. എനിക്ക് ദേഷ്യം വരും. പക്ഷെ ഞാൻ കൺട്രോൾ ചെയ്ത് അങ്ങോട്ട് ഇരിക്കും കേട്ടോ. ഇത് നമ്മളില്ലേ വെണ്ടയ്ക്ക ഇങ്ങനെ ഒന്നരിയും, നടു ഒന്ന് അരിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഒന്നരിയും, ഇങ്ങനെ ഒന്നരിയും, 4ആയിട്ട് അരിഞ്ഞിട്ട് കട്ട് ചെയ്യും. നാളെ കണ്ടായോണ്ട് കുറച്ച് നേരത്തെ അരി അരക്കാണ്ട് അപ്പം ഉണ്ടാക്കാനാണ് പ്ലാൻ. തേങ്ങ ഈസ്റ്റൊക്കെ ഇട്ടിട്ട് അപ്പച്ചട്ടി ഇല്ല, ദോശക്കല്ലിൽ ഉണ്ടാക്കും. എപ്പോഴും ലൈവ് പോകുമ്പോൾ നല്ല കൂടുതലാണ് കേട്ടോ. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ
ഞാനായിരുന്നു, എന്നിട്ട് ഇവളായിരുന്നു കേട്ടോ. അതേ പിന്നെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പുറത്താണെങ്കിൽ നല്ല ഇടിവെട്ടൊക്കെയാണ്, രാത്രി മഴ പെയ്യുന്ന ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു. അപ്പോൾ ശരി, ടാറ്റാ ബൈ ബൈ. പിന്നെ എപ്പോഴെങ്കിലും അടുത്ത ലോങ് വീഡിയോ ആയിട്ട് വരാം കേട്ടോ.